ഇന്ന് പാലക്കാട് CPM ജില്ലാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി CPM സംസ്ഥാന സെക്രട്ടറി പാലക്കാടേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചത് എങ്ങനെ അനുമതി നൽകി എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് എന്ന ന്യായീകരണമാണ് എന്തായാലും സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടത്. കഞ്ചിക്കോട് ബ്രൂവറി വിവാദത്തിൽ ന്യായീകരണവുമായി MV ഗോവിന്ദൻ മദ്യമല്ല സ്പിരിറ്റാണ് ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. UDF കാലത്തും ടെൻഡർ ഇല്ലാതെയായിരുന്നു അനുമതി നൽകിയത്. ഇപ്പോഴുള്ള വിവാദത്തിന് പിന്നിൽ കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്ന ലോബികളാണെന്നും MV ഗോവിന്ദൻ ആരോപിക്കുന്നു. ഇവിടെ കേരള ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന 8 ഡിസ്റ്റിലറി ഉണ്ട്. ബ്ലൻഡിംഗ് യൂണിറ്റുകൾ 10 എണ്ണം ഉണ്ട്. പിന്നെ 2 ബ്രൂവറി ഉണ്ട്. ഇത് UDFന്റെയും LDFന്റെയും കാലത്താകെ കേരളത്തിൽ സ്ഥാപിച്ചതാണ്. ഒന്നും ടെൻഡർ അടിസ്ഥാനപ്പെടുത്തി വിളിച്ചതല്ല. 5 ഏക്കർ മഴവെള്ള സംഭരണിക്ക് ഉപയോഗിച്ചാൽ ഒരു 10 കോടി ലിറ്റർ മഴവെള്ളം ഓരോ സീസണിലും സംഭരിക്കാം. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കിവിടെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാം. നമ്മൾ സ്പിരിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം 100 കോടി രൂപ ചിലവാക്കുന്നുണ്ട്. അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ 100 കോടി ഉറുപ്പിയുടെ കടത്ത് ചെലവില്ലാതാവുമല്ലോ. 650 ആൾക്ക് ജോലിയും കിട്ടും. ഒരു 2000-ലധികം ആളുകൾക്ക് അനുബന്ധമായിട്ട് ജോലിയും കിട്ടാൻ സാധ്യതയുണ്ട്. അത്രയെല്ലാം സാധ്യതയുള്ളതാണ്. പിന്നെ രാഷ്ട്രീയ ദുഷ്ടരാക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ പിന്നിൽ ഫലപ്രദമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഭാഗം സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന അവരുടെ സെറ്റായിരിക്കും. കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ന്യായീകരണം വരുന്നത്. പക്ഷേ അവിടെയുള്ള നേതാക്കൾ പോലും, അവിടെയുള്ള പ്രാദേശിക CPM നേതാക്കൾ പോലും 2 ദിവസം മുൻപാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത് അറിഞ്ഞതെന്നുള്ളതാണ്. അല്ല, പക്ഷേ ഇതിനകത്ത് MV ഗോവിന്ദൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവരുന്ന ലോബി എന്ന് പറയുന്നു. സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവരുമ്പോൾ നമുക്കിവിടെ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഇല്ലേ, ഇവിടെ എക്സൈസ് സംവിധാനം ഇല്ലേ, അവരൊക്കെ എന്ത് ചെയ്യുകയാണ് എന്നുള്ളതിന് കൂടി യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ മറുപടി പറയേണ്ടതാണ്. എന്തായാലും ബ്രൂവറി അനുമതിക്കെതിരെ എതിർപ്പുകളെ CPM തള്ളിയിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ തന്നെയാണ് നമ്മൾ കേട്ടത്. പ്രസാദ് കുമാർ പാലക്കാട് നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രസാദ്, അവിടെയുള്ള CPM നേതാക്കൾക്ക് പോലും അറിവുണ്ടായിരുന്നില്ല. ഭൂമി 2 വർഷം മുൻപ് വാങ്ങിയെങ്കിലും അറിഞ്ഞിരുന്നില്ല നേതാക്കൾ പോലും. എങ്ങനെയാണ് പാർട്ടി ഇതിനെ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഗോവിന്ദ മാസ്റ്ററുടെ പ്രതികരണം കേട്ടോ. അതിൽ ചെറിയൊരു ഒരു വ്യാഖ്യാനം കൂടെ നൽകാവുന്നതാണ്. രാജീവ് സാർ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ സ്പിരിറ്റ് ലോബി എന്ന സ്പിരിറ്റ് വ്യാജമായിട്ട് അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് വെട്ടിച്ച് കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞു. സ്പിരിറ്റ് കേരളത്തിലേക്ക് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് കൂടുതലായിട്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. പക്ഷേ നേരത്തെ തന്നെ പല CPM നേതാക്കളും പ്രമുഖരായ AK ബാലനെപ്പോലുള്ള ആൾക്കാർ വ്യക്തിപരമായിട്ട് പറയുന്നു ബാംഗ്ലൂർ ലോബിയാണ് എന്ന് പറയുന്നു. പക്ഷേ ഗോവിന്ദ മാസ്റ്റർ ആ പേര് പറഞ്ഞില്ല. പക്ഷേ സ്പിരിറ്റ് ലോബി എന്ന് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലേക്ക് മദ്യനിർമ്മാണത്തിൽ സ്പിരിറ്റ് കൊണ്ടുവരുന്നത് കൂടുതലായും ബാംഗ്ലൂരിൽ നിന്നാണ്. ആ ലോബിയാണ് ഇതിന് പിന്നിലാണ് പറഞ്ഞത്. അപ്പോൾ അവർ ബാംഗ്ലൂരിൽ നിന്നുള്ള സ്പിരിറ്റ് വരാതിരുന്നാൽ ഇവിടെ കേരളത്തിൽ ഈ പാലക്കാട് ഇങ്ങനെ ഈ മദ്യനിർമ്മാണശാല സ്പിരിറ്റ് നിർമ്മാണശാല തുടങ്ങിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നുള്ള സ്പിരിറ്റിന് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് കേരളത്തിൽ നിർമ്മിക്കുന്ന സ്പിരിറ്റ് നിർമ്മാണം തടയാൻ വേണ്ടിയിട്ടുള്ള ലോബിയാണ് എന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. എന്തായാലും ന്യായീകരിക്കുന്നത് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് നിങ്ങൾ പരസ്യക്കടയിൽ പോയി നോക്കൂ, നിങ്ങൾ നോട്ട് ചെയ്യൂ. കേരളത്തിൽ എത്ര സ്പിരിറ്റ് നിർമ്മാണശാലകളുണ്ട്, കർണാടകത്തിൽ എത്ര സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്, പരസ്യക്കടവിലെ വിസ്മയ പാർക്കിൽ മഴവെള്ള സംഭരണിയുണ്ട്. ഇവിടെ ഈ എലപ്പുള്ളിയിൽ 5 ഏക്കറിൽ മുഴുവൻ ജലസംഭരണിയാണ്. ചെറിയൊരു ടാങ്കല്ല അവിടെ ഉണ്ടാക്കാൻ പോകുന്നു. വലിയ ജലസംഭരണി 5 ഏക്കർ എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ലിറ്റർ സംഭരിച്ച് വെക്കാവുന്ന ജലസംഭരണിയാണ് ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ മലമ്പുഴയിൽ നിന്ന് എവിടെ നിന്നും വെള്ളം കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് കാലം കൂടി എടുക്കും എന്ന രീതിയിൽ ഗോവിന്ദ മാസ്റ്റർ ന്യായീകരിക്കുന്നത്. AK ബാലൻ വ്യക്തിപരമായിട്ട് പറഞ്ഞത് അദ്ദേഹം 2 വാദങ്ങളുണ്ട്. കർഷകർക്ക് ആശങ്കയുണ്ട്, അതേസമയം ഇവിടെ വ്യവസായം വരണ്ട എന്ന ലോബി കൂടെ ഉണ്ട്. ഇത് രണ്ടിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു വ്യക്തത വരും എന്നാണ് AK ബാലൻ നമ്മളോട് വ്യക്തിപരമായിട്ട് പറഞ്ഞത്. ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് കർഷകർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, അവിടെ ജലചൂഷണം ഉണ്ടാവില്ല, കുഴൽക്കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല, അവിടെ ആവശ്യമായ വെള്ളം മുഴുവൻ ജലസംഭരണിയുടെ മഴവെള്ള കൊയ്ത്തിലൂടെ സംഭരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ബ്രൂവറി വിഷയം ഇന്നിപ്പോൾ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ഗോവിന്ദ മാസ്റ്റർ പതാക ഉയർത്തി അതിന് ശേഷം ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്ത് തന്നെ ഉദ്ഘാടന സമ്മേളനം നടക്കും. ആര്യ, രാജീവ്.